ചരിത്ര പുസ്തകങ്ങളിൽ മാത്രം കണ്ടു ശീലിച്ച ആഫ്രിക്കൻ പ്രാചീന കാലങ്ങളിലെ ഒരു വനപ്രദേശം. സുഡാനിലെ ബ്ലൂ നൈൽ നദിയുടെ തീരത്താണ് ഈ വനത്തിന്റെ പകുതി ഭാഗവും സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് വന്ന് എത്തിപ്പെടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വന്യമൃഗങ്ങൾക്ക് പുറമെ മനുഷ്യനെ വിഴുങ്ങുന്ന പാമ്പുകളും കൂടി ഈ വനത്തിൽ കാണപ്പെടുന്നു. അതിനെല്ലാം മറികടന്ന് വനത്തിന്റെ ഉൾവശം എത്തിച്ചേർന്നാൽ നേരിടേണ്ടി വരുന്ന വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ട്രൈബേഴ്സ് ആണ് ആ വനത്തിന്റെ കാവൽക്കാർ. മനുഷ്യ രക്തം പോലും കുടിക്കാൻ മടിയില്ലാത്ത പിശാചുകൾക്ക് തുല്യമാണ് ഇവിടെയുള്ളവർ, ഉൾക്കാടുകളിൽ താമസിക്കുന്നവർ. ഒരു സാധാരണ മനുഷ്യന് അവിടേക്ക് എത്തിപ്പെടുക എന്ന് തന്നെ മരണത്തെ തേടിപ്പോകുന്നതിന് തുല്യമാണ്. എന്നാൽ ആ മരണത്തെ ജയിച്ചൊരിക്കൽ ആ വനം താണ്ടിയാൽ അവൻ അമരനാണ്. പിന്നെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലാപ്ടോപ്പിലെ വിവരങ്ങൾക്കിടയിലൂടെ അവന്റെ കണ്ണുകൾ ചലിച്ചു. അത്രയും മോഹിപ്പിച്ചു കളഞ്ഞൊരു കാര്യം നേടിയെടുക്കാൻ യുദ്ധം ചെയ്യേണ്ടതൊരു ചെകുത്താനോടാവുമ്പോ ഞാനും നിന്നോളം ഉയരത്തിൽ മരണത്തെ ജയിച്ചെത്തേണ്ടേ സൂര്യനാരായണൻ. വല്ലാത്തൊരു ചിരിയോടെ ഓർത്തുകൊണ്ട് ലാപ്പ് അടച്ചു വെച്ച് മുന്നിലെ കാഴ്ചകളിലേക്ക് മിഴികൾ പായിച്ചു ഏച്ച്. കോറിന്ത്യ ഹോട്ടൽ, സുഡാൻ. അവർ നിൽക്കുന്ന കെട്ടിടത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ആ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. തന്നെയൊന്നും നോക്ക പോലും ചെയ്യാതെ ആഹാരം കഴിക്കുന്നവനെ കാണെ അപ്പൂന് തന്നെ സങ്കടം നിയന്ത്രിക്കാനാവാത്ത വിധം ഉയർന്നു. ചുണ്ടുകൂട്ടിപ്പിടിച്ച് വിതുമ്പിൽ ഒതുക്കിക്കൊണ്ട് അവൾ അവനെ തന്നെ നോക്കി നിന്നു. രുദ്രന്റെയും മനുഷ്യന്റെയും അജുവിന്റെയും ഗൗരിയുടെയും എല്ലാം നോട്ടം അവളിൽ തന്നെ ആയിരുന്നു. പിന്നെ ആദിയിലും. ആദിയുടെ കള്ളത്തിൽ അവന്റെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാം. പക്ഷെ അവന്റെ കിളിക്കുഞ്ഞിന് അതൊന്നും മനസ്സിലായില്ല എന്നത് മറ്റൊരു സത്യമാണ്. അവളുടെ കണ്ണിൽ ആദ്യമായിട്ട് മിണ്ടുന്നില്ല, നോക്കുന്നില്ല, ചിരിക്കുന്നില്ല, അപ്പൂന്ന് വിളിക്കുന്നില്ല, കിളിക്കുഞ്ഞെ എന്ന് വിളിച്ച് കൊഞ്ചിക്കുന്നില്ല എന്നൊക്കെയാണ്. എന്റെ കൊച്ചിനെ കറിയിച്ചാൽ നീ ചെകുത്താനാണെന്നൊക്കെ അല്ലാണെന്നൊക്കെ ഞാനങ്ങ് മറക്കും. നീ എന്നെ കൊന്നാലും ശരി, ഒരടിയെങ്കിലും ഞാൻ നിനക്കിട്ട് തരും. ഒരു സ്വകാര്യം പോലെ ആദിയോടായി അജു പറഞ്ഞു നിർത്തിയതും ആദിയുടെ കൂർത്ത നോട്ട് അവനിലായി. എന്റെ പെണ്ണിനോട് ഞാൻ ഇണങ്ങും. നീ ഇപ്പൊ ഇതും കഴിച്ച് സ്റ്റാൻഡ് വിട്. ഞാൻ പോവില്ല. ആദി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞതും അജു നിഷ്കുവായി. പൊട്ടി വന്ന ചിരി ഒതുക്കി പിടിച്ച് ഗൗരവത്തോടെ നിന്നതേയുള്ളൂ ആദി. രുദ്രനും ആൻഷി ഒരുപോലെ ആദി നോക്കിയതും കണ്ണെന്ന് ചിമ്മി കാണിച്ചു. രണ്ടുപേരും അവനെ കൂർപ്പിച്ച് നോക്കി. കഴിക്കപ്പോ സങ്കടം കടിച്ചു പിടിച്ച് നിൽക്കുന്നവളെ കാണെ ഗൗരി അരിവോടെ പറഞ്ഞതും പെണ്ണിന്റെ നോട്ട ആദിൽ നിന്ന് നേരെ അവളിലേക്കായി. എനിക്ക് വേണ്ട ചേച്ചി. പതിയെ ശബ്ദമിളറിക്കൊണ്ട് പറയുന്നവളോട് ആ നിമിഷം ഗൗരിക്ക് അത്രയും വാത്സല്യമാണ് തോന്നിയത്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവരെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് പോലും ചിന്തിച്ച് നോക്കിയിട്ടുമുണ്ട്. എന്നാൽ ഇപ്പൊ നേരിട്ട് കണ്ടു. ഇവളെ പോലെ ആരും എവിടെയും കാണില്ല. സങ്കടം തിങ്ങി നിൽക്കുന്ന അവരുടെ മുഖത്തേക്ക് ഒരിക്കൽ കൂടിയും നോക്കിയതും ഗൗരി മറ്റൊന്നും ചിന്തിക്കാതെ അപ്പുവിന്റെ പ്ലേറ്റ് എടുത്ത് മുന്നിലേക്ക് വെച്ച് അതിൽ നിന്നൊരു കഷ്ണം ചപ്പാത്തി മുറിച്ചെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ചുറ്റുമിരിക്കുന്ന നാലും തെല്ലൊരു അത്ഭുതത്തോടെ ഗൗരിയുടെ ആ പ്രവൃത്തിയെ നോക്കി നിന്നു. അപ്പുവും അതെ. മറ്റെല്ലാം മറന്നുകൊണ്ട് ഗൗരിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. ആ കണ്ണുകളിൽ ഇപ്പോൾ ഒരു തിളക്കമുണ്ട്, അത്രയും സന്തോഷമുണ്ട്. കഴിക്കപ്പൂ. ഗൗരി ഒരിക്കൽ കൂടി പറഞ്ഞതും മറ്റൊന്നും ചിന്തിക്കാതെ അപ്പു വാ തുറന്നത് കഴിച്ചു. ഗൗരിക്കും വല്ലാത്ത സന്തോഷം തോന്നിപ്പോയിരുന്നു ആ നിമിഷം. ആദ്യ കാഴ്ചയിൽ തന്നെ എന്തെന്ന് പോലും അറിയാത്തൊരടുപ്പ് അവളോട് തോന്നിയിരുന്നു. ഒരു കുഞ്ഞനുജത്തിയുടെ എന്ന പോലൊരു കരുതൽ. താൻ കൊടുക്കുന്ന മുഴുവൻ മടികൂടാതെ അത്രയും സന്തോഷത്തോടെ കഴിക്കുന്നവളെ കാണെ ഉള്ളു നിറഞ്ഞ് വിങ്ങിപ്പോകുന്ന എന്തോ ഒരു തരം നിർവൃതി അവളിൽ നിറഞ്ഞു. മുന്നിൽ കാണുന്ന കാഴ്ച അത്രമേൽ സന്തോഷത്തോടെ നോക്കി നിൽക്കുമ്പോൾ തങ്ങളുടെ അനിയത്തിക്ക് നഷ്ടപ്പെട്ടുപോയ അമ്മയുടെ സ്നേഹമായിരുന്നു രുദ്രന്റെയും മനുഷ്യന്റെയും ഉള്ളിൽ. അമ്മയുടെ മുഖം പോലും അവൾക്ക് ഓർമ്മ കാണില്ല ചിലപ്പോൾ. നിറഞ്ഞ കണ്ണുകൾ പെയ്യാൻ അനുവദിക്കാതെ നോട്ടം വെട്ടിച്ചു മാറ്റിയവർ. ആദിക്ക് ശരിക്കും അത്ഭുതം തോന്നിപ്പോയിരുന്നു. അപ്പോൾ അത്ര വേഗം ആരോട് അടുക്കുന്ന പ്രകൃതമല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ആ ഫ്ലാറ്റിൽ വെച്ച് തന്നെ മനസ്സിലായതാണ് ആ 3 പെൺകുട്ടികളോടും അവൾ എത്രമാത്രം അടുത്തു പോയിരുന്നു എന്ന്. എന്തോ ഓർത്ത പോലെ അവന്റെ കണ്ണിൽ ഒരു തിളക്കം വിടർന്നു. അജുവിന്റെ കണ്ണിൽ 2 നക്ഷത്രം മിന്നിയതുപോലെയാണ്. അവന്റെ ഗൗരി കുഞ്ഞിമണിയോട് കാണിക്കുന്ന സ്നേഹം, കരുതൽ, അതിൽ കൂടുതൽ ഒന്നും വേണ്ട അവന്. സ്വന്തമല്ലെന്ന ഒറ്റ കാരണം കൊണ്ട് ജീവിതത്തിലേക്ക് വരുന്നവൾ ഒരിക്കലും കുഞ്ഞുമണിയെ തന്നിൽ നിന്ന് അകറ്റി മാറ്റില്ലെന്ന് അവൻ ആ നിമിഷം ഉറപ്പായിരുന്നു. ഞാൻ ഇറങ്ങട്ടെ അപ്പു, പിന്നെ കാണാനി. കാറിൽ കയറുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അവിടെ കൈ പിടിച്ചുകൊണ്ട് ഗൗരി പറയുമ്പോൾ അപ്പുവിന്റെ മുഖം സങ്കടം കൊണ്ട് നിറഞ്ഞു. അയ്യേ, ഇങ്ങനെ തൊട്ടാവടി ആവരുത്, സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഗൗരി വീണ്ടും പറയുമ്പോൾ മുഖം കുനിച്ച് നിന്നതേയുള്ളൂ അപ്പു. ഈ പറയുന്ന ഒരിക്കലും തനിക്ക് സാധിക്കാത്ത കാര്യമാണെന്നതുപോലെ ഗൗരിക്കും അത് മനസ്സിലായി. ഇഷുവാനും അപ്പുവിനോട് അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് 2 ആൾക്കും ഒരു ദിവസം കൊണ്ട് ഈ പൂച്ചക്കുട്ടിയെ ഒത്തിരി അങ്ങ് ഇഷ്ടമായെന്ന്. അവളുടെ മുഖം വാടിയത് കണ്ടതും ഗൗരി വേഗം വിഷയം മാറ്റി. അനുവിന്റെയും ഇഷുവിന്റെയും പേര് കേട്ടതും പെണ്ണിന്റെ മുഖവും ഒന്ന് തിളങ്ങി. ഞങ്ങൾ ഈ ലീവ് ഇട്ടുമ്പോൾ ഒന്നിച്ചൊരു അപ്പുവിനെ കാണാം, എന്നിട്ട് നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോവാം, ഓക്കെ അല്ലേ? നേരത്തെ ഒരു ചിരിയോടെ സമ്മതം മൂടുമ്പോൾ ഗൗരിക്കും സമാധാനമായി. വിഷമിപ്പിച്ച് പോകാൻ വയ്യ, അതാണ്. അവളുടെ കവിളിൽ നിന്ന് തട്ടി ഗൗരി കാറിലേക്ക് കയറാൻ തുടങ്ങിയതും ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്പോളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. എന്താടാ?
എന്താടാ? ഗൗരി ഒരു സംശയത്തോടെ അപ്പുവിന്റെ മുഖത്തേക്ക് നോക്കി. എന്റെ ഏട്ടന് ഇഷ്ടമാണ് ഗൗരി ചേച്ചിക്ക്? അപ്പുവിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ളൊരു ചോദ്യം. ഗൗരി കണ്ണുമിഴിച്ചുകൊണ്ട് തന്നെ അവളെ നോക്കി. പിന്നെ സിറ്റ് ഔട്ടിൽ തന്നെ നോക്കി നിൽക്കുന്നവനെയും. അപ്പുവിന് അങ്ങനെ തോന്നിയോ? ഏട്ടൻ ചേച്ചി നോക്കുന്നുണ്ടപ്പോ. പിന്നെ ഇന്നലെ ചേച്ചിയുടെ മൊത്തം ടെൻഷനൊക്കെ കണ്ടപ്പോ ചിരിയോടെ പറയുന്നവൾ ഗൗരിക്ക് ഒരു അത്ഭുതമായി തോന്നി. ആണോ ചേച്ചി? ഇഷ്ടമാണോ? അപ്പു വീണ്ടും ചോദിച്ചു. ഗൗരി നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു. അത് തന്നെയായിരുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരവും. അത്രയും സന്തോഷത്തോടെ തന്നെ നോക്കി നിൽക്കുന്നവളെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് ഗൗരി കാറിലേക്ക് കയറി. ഗൗരിയുടെ കാർ അകന്നു പോയതും അപ്പുവും ചിരിച്ചുകൊണ്ട് ഓടിച്ചെന്ന് അജുവിനെ കെട്ടിപ്പിടിച്ചു. ഒരു നിമിഷം 4 പേരും അത്ഭുതത്തോടെ അവളെ നോക്കി. ആദ്യത്തെ ഞെട്ടൽ മാറിയതും അജു തെല്ലൊരു അഹങ്കാരത്തോടെ അൻഷിനെയാണ് ആദ്യം നോക്കിയത്. അവിടെ മുഖം വീർത്തു വന്നതും തന്നെ നോക്കി ദഹിപ്പിക്കുന്നവറിയ അജുവിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഗൗരി ചേച്ചിക്ക് ഏട്ടന് ഇഷ്ടാണെന്ന് അത്രയും സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ നിന്ന് അപ്പു മുഖമുയർത്തി നോക്കിയതും അജു ഒന്ന് ഞെട്ടി. പിന്നെ ഒരു ഇളിയോടെ മറ്റു 3 പേരെയും നോക്കി. ഇത്തവണ കൊച്ചിനെ പറഞ്ഞു പഠിപ്പിച്ച ജോലി അവൾ നന്നായിട്ട് തന്നെ ചെയ്ത് തീർത്തിട്ടുണ്ട്. എന്നാലും ഒടുക്കം പാളുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പു, മോള് ചെന്ന് ഏട്ടൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വാ. ഇപ്രാവശ്യം അജുവിനെ കൂർപ്പിച്ച് നോക്കിയിട്ട് രുദ്രനാണ് അങ്ങനെ പറഞ്ഞത്. അജു ഒന്ന് ഞെട്ടി. രുദ്രൻ പറഞ്ഞു കേട്ടോ. അപ്പു അവനെ നോക്കിക്കൊണ്ട് ചിരിയോടെ അകത്തേക്ക് പോയി. അവൾ കണ്ണിൽ നിന്ന് മറിഞ്ഞു എന്ന് തോന്നിയതും അടുത്ത നിമിഷം അൻഷ അവനെ പിടിച്ച് കുനിച്ചിർത്തി കൂമ്പിരിട്ട് തന്നെ ഒന്ന് കൊടുത്തു. അമ്മേ! കാലത്ത് തന്നെ ഓങ്ങി വെച്ചതാണ്. കൊച്ചിനെയാണോടാ ബ്രോക്കർ പണിക്ക് വിടുന്നേ? വീട്ടപ്പോ നീ! അൻഷ ഒന്നുകൂടി കൊടുത്തുകൊണ്ട് അജു കുതിരിക്കൊണ്ട് പറഞ്ഞു. ഡാ പോടാ, പോരാൻ നിൽക്കുന്ന ഏട്ടന്റെ കല്യാണം നടത്തി തരേണ്ട ഉത്തരവാദിത്വം ഒരു പെങ്ങൾക്കുണ്ട്. അതെന്റെ കുഞ്ഞുമണി ചെയ്തിട്ടുള്ളൂ. നിനക്ക് കെട്ടേണ്ടെന്ന് വിചാരിച്ച് എനിക്ക് കെട്ടണ്ടേ? അല്ല പിന്നെ. ചൊളിഞ്ഞ ഷർട്ട് നേരിട്ടുകൊണ്ട് അജു പറഞ്ഞു നിർത്തിയതും അൻഷ അവനെ കണ്ണുമിഴിച്ച് നോക്കി. രുദ്രൻ രണ്ടിന്റെയും ഭാവം കണ്ട് ചിരിയാണെങ്കിൽ ആദ്യം അതിൽ കൂടുതലും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന പോലെയാണ്. പിന്നെ എന്തോ ഓർത്ത പോലെ എല്ലാവരെയും നോക്കിക്കൊണ്ട് അവന് അപ്പുവിന് പുറകെ അകത്തേക്ക് നടന്നു. ഇത്തവണയും ആദിയുടെ പിണക്ക് അപ്പു മറന്നുപോയിരുന്നു. മെയ്ഡിന്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയതും ആദ്യം അവൾ ഒന്നാകെ വാരിയെടുത്ത് പിടിച്ചതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്നായതും അപ്പു നന്നായി പേടിച്ചു. ഒപ്പം കയ്യിലുണ്ടായിരുന്ന ഗ്ലാസും വെള്ളവും നിലത്ത് വീണ് പൊട്ടി. അയ്യോ ആദ്യേട്ടാ, എന്താ? അപ്പു ചോദിക്കുന്നത് കേൾക്കാതെ അവളെയും കൊണ്ട് അടുത്ത് കണ്ട റൂമിലേക്ക് കയറി ആദി. അവളെ നിലത്തിർത്തി ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞതും കാര്യമൊന്നും മനസ്സിലാവാതെ അപ്പുവിനെ മിഴിച്ച് നോക്കി. ആദിയുടെ മുഖം ദേഷ്യം കൊണ്ട് അവളോടുള്ള പരിഭവം കൊണ്ട് മുറുകി. എന്താ ആദ്യേട്ടാ? ഓ, നീ എന്നെ കാണുന്നുണ്ടല്ലേ അപ്പു? ഞാൻ കരുതി നിനക്ക് കാണാൻ പറ്റാത്ത വിധം ഞാനങ്ങ് മാഞ്ഞു പോയെന്ന്. ദേഷ്യത്തോടെയുള്ള അവന്റെ ചോദ്യം കേട്ടതും അപ്പു ഒന്ന് പേടിച്ചു. ഇത്രയും ദേഷ്യത്തിൽ മുമ്പൊരിക്കൽ പോലും അവൻ തന്നോട് സംസാരിച്ചിട്ടില്ലെന്ന് തോന്നിയവൾക്ക്. നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട് അപ്പു? അതോ ആരില്ലാതിരുന്നപ്പോ തോന്നി ഇഷ്ടമായിരുന്നോ? ഇപ്പൊ എല്ലാവരെയും കിട്ടിയപ്പോ എന്നെ നീ മറന്നുപോയോ? അവന്റെ ഓരോ ചോദ്യത്തിലും അവളുടെ സങ്കടം ഏറിപ്പോയി. അവനും സങ്കടമാണ്. അവളോടുള്ള സ്വാർത്ഥത കൊണ്ട് തോന്നുന്ന സങ്കടം. കരയാൻ വേണ്ടിയല്ല ചോദിക്കുന്നത്. ഞാൻ ഒഴിഞ്ഞു പോകണമെന്നാണെങ്കിൽ പറഞ്ഞാൽ മതി. കഷ്ടപ്പെട്ട് അങ്ങനെ എന്നെ നീ ഇഷ്ടപ്പെടണ്ട. അല്ലെങ്കിൽ ഇഷ്ടവും പ്രണയമല്ല എനിക്ക് മാത്രമായിരുന്നല്ലോ. എന്നും എന്നിൽ നിന്ന് ഓടി കളിക്കാനല്ലേ നീ ശ്രമിച്ചുകൊണ്ടിരുന്നത്? പറയുമ്പോൾ അവന്റെ ശബ്ദം പതിവിലൊന്ന് ഉയർന്നുപോയി. ആ നിമിഷം അപ്പുവിനെ അവളുടെ അവസ്ഥയൊന്നും ആദ്യം ഓർത്തില്ല. അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും അവളിൽ നിന്നുണ്ടാവുന്ന അവഗണന അവനെ അത്രയും വേദനിപ്പിച്ചിരുന്നു. ഒരു വാക്കുപോലും അവനോട് പറയാനറിയാതെ അങ്ങനെ നിന്നുപോയവൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് പറയുന്നത്. പക്ഷെ അതിന് മറുപടി നൽകേണ്ട ഏത് വിധേനയാണെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ആ നിമിഷം അന്ന് ആദ്യമായി അവൾക്ക് സ്വയം ദേഷ്യം തോന്നിപ്പോയി. ഒരാളോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയാത്തതിൽ, അല്ലെങ്കിൽ ദേഷ്യത്തിൽ ശബ്ദമുയർത്തുന്ന ഒരാളോട് അതിലും ഉച്ചത്തിൽ ശബ്ദമുയർത്താൻ കഴിയാതെ പോകുന്നതിൽ. നിനക്കൊന്നും അറിയില്ലെന്നൊന്നും ഒരിക്കലും പറയരുത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ എല്ലാം കണ്ണുവെട്ടിച്ച് ഇവിടുന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോകാനുള്ള ധൈര്യം നീ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാത്ത മനസ്സിലാവാത്ത കൊച്ചുകുട്ടിയൊന്നല്ല അപ്പു നീ. നിനക്ക് മനസ്സിലാവും, എല്ലാം മനസ്സിലാവും. ഏതോ ഒരുത്തന്റെ വാക്കും കേട്ട് എന്നെ മറക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നീ ചെയ്യുന്നതും പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവും. അതുകൊണ്ട് മതിയാക്ക് നിന്റെ ഈ ആക്ഷൻ ഇന്നസെൻസ്. ദേഷ്യത്തോടെ അത്രയും പറഞ്ഞ് വാതിൽ തുറന്ന് വലിച്ചടച്ചു പോകുമ്പോൾ അവന്റെ ഓരോ വാക്കിലും തകർന്നു പോയൊരു പെണ്ണിനെ അവൻ അറിയാതെ പോയി. സൂര്യ, അത്യാവശ്യമായിട്ടൊന്ന് ഓഫീസ് വരെ പോകണം നമുക്ക്. ലാസ്റ്റ് മന്ത് നമ്മൾ പ്രസന്റ് ചെയ്ത പ്രൊജക്റ്റിൽ എന്തോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്നോ. റഷ്യൻ കമ്പനിയായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യ ദേഷ്യത്തോടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഹാളിലേക്ക് വന്നുകൊണ്ട് രുദ്രൻ പറഞ്ഞു. അതിനൊന്ന് മൂളിക്കൊണ്ട് റെഡിയാവാനായി അവൻ മുകളിലേക്ക് പോയി. 5 മിനിറ്റിനുള്ളിൽ തന്നെ ആദ്യ ഫോർമൽ ഡ്രസ്സിൽ ഇറങ്ങി വരികയും ചെയ്തു. എടാ, ഞാനത് ഇറങ്ങുക. ഹോസ്പിറ്റലിൽ നിന്ന് ജിത്തു വിളിച്ചു. ആരും കോൺഷ്യസ് ആയെന്ന്. ആദ്യം വന്നതും അജു 3 പേരോടെയും പറഞ്ഞു. കുഞ്ഞുമണി വാഷ്റൂമിലാണ് തോന്നുന്നു. അവളോട് പറയണേ ഞാൻ പോയെന്ന്. ഇനി നിന്നാൽ ലേറ്റ് ആവും. ഒന്ന് പോയാ മതി. അജു പറഞ്ഞിരുത്തിയത് അൻഷിന്റെ വകയാണ് ആ കമന്റ്. ആരെയും ഡിസ്ചാർജ് ആയതുകൊണ്ട് ഞാനിങ്ങ് വരും. തിരിച്ചു പുച്ഛിച്ചുകൊണ്ടുള്ള അവന്റെ മറുപടിയും വന്നു.
രുദ്രൻ രണ്ടുപേരെയും ഒരു ചിരിയോടെ നോക്കി നിൽക്കുമ്പോൾ ആദിയുടെ നോട്ടമത്രയും അടഞ്ഞുകിടക്കുന്ന വാതിലായിരുന്നു. അവളോടുള്ള പരിഭവം അങ്ങനെ തന്നെ കിടക്കുന്നതുകൊണ്ട് അവിടേക്ക് പോകാനൊന്നും ആ നിമിഷം അവന് തോന്നിയില്ല. എല്ലാവരും ചുറ്റും നിൽക്കുമ്പോൾ അവൾക്ക് താൻ ആരുമല്ലെന്നൊരു തോന്നലാണ് ഉള്ളിൽ. അതിൽ നിന്നുണ്ടായ ദേഷ്യം. അൻഷ്, മോളെ നോക്കിക്കോണം, അവള് തനിച്ചിട്ടൊന്നും പോകരുത്. അതൊക്കെ ഞാൻ ഏറ്റുകേട്ടോ. ഞങ്ങളൊന്നിച്ച് പുറത്തേക്കൊന്ന് കറങ്ങി അടിച്ചുപൊളിച്ചിങ്ങ് വരാം. അജുവിനെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് രുദ്രനോടായിക്കൊണ്ടാണ് അൻഷിന്റെ പറച്ചിൽ. ഇപ്പൊ അവിടെയും ചെറുതല്ലാത്ത കുശുമ്പ് നിറഞ്ഞിട്ടുണ്ട്. ഇറങ്ങേട്ടോ, ഇനി നിന്ന ലേറ്റാവും. രണ്ടിനെയും തറപ്പിച്ച് നോക്കിക്കൊണ്ട് ആദ്യം പറഞ്ഞു. രണ്ടാളും ഡീസന്റായി. പിന്നെ അധിക നേരം അവിടെ നിൽക്കാതെ ആദ്യ രുദ്രന്റെ ഓഫീസിലേക്കും അജു ഹോസ്പിറ്റലിലേക്കും യാത്ര പറഞ്ഞിറങ്ങി. എല്ലാവരും പോയി ഏറെ നേരം കഴിഞ്ഞിട്ടും റൂമിന് പുറത്തേക്ക് വരാതിരിക്കുന്നവളെ കാണി അൻഷിന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. അപ്പു, വാതിൽ തുറന്നേ. കുറച്ചേരം അവളെ തട്ടി വിളിച്ചിട്ട് ഇപ്പുറത്ത് മറുപടി ഒന്നും വരാതിരുന്നു. അൻഷിന് പേടി തോന്നി. മോളെ, വീണ്ടും വിളിച്ചുകൊണ്ട് വാതിൽ തുറന്നു. നിലത്തൊരു മൂലയിലായി ഭിത്തിയിലേക്ക് ചാരി മുട്ടിൽ മുഖം അമർത്തി വെച്ചിരിക്കുന്നവളെ കാണെ അൻഷിന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. അപ്പു, വെപ്രാളത്തോടെ വിളിച്ചുകൊണ്ട് അവൾക്കരികിലേക്കിരുന്നു. പതിയെ മുഖമൊന്ന് ഉയർത്തി നോക്കിയവൾ അൻഷിന്റെ ഉള്ളൊന്ന് പിടഞ്ഞുപോയി. കണ്ണീരിൽ കുതിർന്നു പോയ മുഖം, കരഞ്ഞു ചുവന്ന കണ്ണുകൾ. മോളെ, എന്താടാ, എന്താ പറ്റി? അൻഷ് അത് ചോദിക്കാൻ കാത്തിരുന്ന പോലെ അവന്റെ നെഞ്ചിലേക്ക് വീണ അവൾ ഉറക്കെ കരഞ്ഞു. അൻഷിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പോലൊരു ഭാരം. അപ്പു, കരയില്ലേ? ഏട്ടനില്ലേ? മോള് കരയാതെ. എനിക്ക് ആദ്യേട്ടനെ ഒരുപാട് ഇഷ്ടമാണ് കുഞ്ഞേട്ട. പക്ഷെ അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയില്ല. കരച്ചിലൊക്കെ ഒന്ന് ഒതുങ്ങിയതും അൻഷിന്റെ നെഞ്ചോട് ചേർന്നിരുന്നുകൊണ്ട് പറഞ്ഞവൾ. ആദ്യം വഴക്കിട്ട് പോയതാണെന്ന് അവനും മനസ്സിലായി. പറഞ്ഞു തന്നാ മതി, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞാ മതി. അല്ലാതെ ഒന്നും എനിക്കറിയില്ല. ഞാൻ മാത്രമേ എന്താ ഏട്ടാ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ. ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ആദ്യയുടെ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ഞാൻ. അങ്ങനെ ആവാൻ എന്താ ചെയ്യേട്ടാ? ഒരു നിമിഷം അവളുടെ വാക്കുകൾ ഓരോന്ന് അവനെ നെഞ്ച് തുളച്ചു കയറി. എന്തു പറഞ്ഞു കൊടുക്കുക അവൾക്ക് അറിയില്ല. അത്രയും ഒറ്റപ്പെടൽ അവൾ അനുഭവിച്ച് തീർത്തു കാണുമെന്ന് അവന് തോന്നി. എന്നെ വെറുക്കല്ലേന്ന് പറയുകയായിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടം. ആരോടും ഇതുവരെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അന്ന് ഞാൻ മനഃപൂർവ്വം ഇട്ടിട്ട് പോയതുമല്ല, എന്നെ പിടിച്ചുകൊണ്ട് പോയതാ. പിന്നെ അയാൾ ആദ്യമായിട്ട് കൊല്ലിയൊന്ന് പറഞ്ഞു. എനിക്ക് എന്താ ചെയ്യേണ്ടത് പോലും അറിയാതെ പോയി. കഴിഞ്ഞുപോയത് ഓരോന്ന് എണ്ണിപ്പെറുക്കിക്കൊണ്ട് അവൾ പറയുമ്പോൾ അൻഷിന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ആ നിമിഷം ആദിയോട് അവന് ദേഷ്യം തോന്നി. അവൾ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ അവൻ സ്നേഹിച്ചത്, കൂടെ കൂട്ടിയത്. ഞാൻ കൊള്ളില്ല ഏട്ടാ. വീതുമ്പിക്കൊണ്ട് വീണ്ടും അവൾ ചോദിക്കുമ്പോൾ അൻഷൊരു ചിരിയോടെ അവളെ നോക്കി. ഏട്ടന്റെ മോളെ പോലെ ഈ ലോകത്ത് ആരും കാണില്ല. അത്രയും പാവല്ലേ എന്റെ അപ്പൂസ്. പിന്നെ അവന് കുശുമ്പാ. നീ അവനെ നോക്കുന്നില്ല, അവനോട് മിണ്ടുന്നില്ല എന്നൊക്കെ. അല്ലാതെ നിന്റെ കൊച്ചിനെ പോലൊരു പെണ്ണിനെ അവന് കിട്ടുമോ? അൻഷി കാര്യമായി തന്നെ പറയുമ്പോൾ അപ്പുവിന്റെ കണ്ണുകളിൽ ചെറിയൊരു തിളക്കം വന്നിട്ടുണ്ട്. അൻഷിന് ശരിക്കും പാവം തോന്നിപ്പോയി. ആരെന്ത് പറഞ്ഞാലും വിശ്വസിച്ച് പോകും അവൾ. അപ്പു, നമുക്ക് ഓഫീസിലൊക്കെ ഒന്ന് പോയി വന്നാലോ? ആദ്യമായിട്ടും വഴക്ക് പറയും. അയ്യോടി, അവനാര്? അതൊക്കെ ഏട്ടൻ നോക്കിക്കളാം. എന്റെ മോളിപ്പോ ചെന്ന് ഈ മുഖം കഴുകി മെഡിക്കായിട്ട് വാ. നമുക്കൊന്ന് കറങ്ങി ഓഫീസിലൊക്കെ കയറി നിന്റെ ആദ്യേണ്ണ വലിയേണ്ണ കൂട്ടി ഫുഡൊക്കെ കഴിച്ച് വരാം. അൻഷ അവിടെ രണ്ട് കണ്ണ് അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞതും ഒരു ചിരിയോടെ സമ്മതം പറഞ്ഞവൾ. ഫ്രഷ് ആവാനായി അവൾ ആ റൂമിൽ നിന്ന് മുകളിലേക്ക് പോയതും അൻഷു റെഡിയാവാൻ റൂമിലേക്ക് കയറി. ഇതേ സമയം റാംസി ഗ്രൂപ്പിന് മുമ്പിലായി ഒരു ബ്ലാക്ക് BMW വന്നു നിന്നു. അതിൽ നിന്ന് സുന്ദരിയായ ഒരു യുവതി ഡോർ തുറന്നിറങ്ങി. ബ്ലാക്ക് സ്ലീവ്ലെസ് ബ്ലൗസും നെറ്റിന്റെ ബ്ലാക്ക് കളർ സാരിയുമാണ് അവളുടെ വേഷം. ഇടുപ്പോളം വരുന്ന മുടിയിഴകൾ കളർ ചെയ്ത് കേൾ ചെയ്തിട്ടിരിക്കുന്നു. ഇരുനിറമാണ് അവൾക്ക്. കടുപ്പിച്ചെഴുതിയ മിഴികളും ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് അണിഞ്ഞിരിക്കുന്ന ചുണ്ടുകളുമെല്ലാം അവൾക്കൊരു വശ്യ സൗന്ദര്യം നൽകി. സൂര്യ. അവളുടെ ചുണ്ടുകൾ വശ്യമായ ഒരു ചിരിയോടെ പതിയെ ആ നാമം ഉരുവിട്ടു. ലിഫ്റ്റ് ഇറങ്ങി വന്ന ആദിയുടെ ചുണ്ടിലുമുണ്ടായിരുന്നു അവൾക്കായുള്ള പുഞ്ചിരി. തീർത്ത പതിയെ വിളിച്ചുകൊണ്ട് ആദ്യം അവൾക്കരികിലേക്ക് നടന്നു. സോറി, ഞാൻ ലേറ്റായില്ലേ സൂര്യ? ചിരിയോടെ അടുത്തേക്ക് വരുന്നവനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും ആദ്യം അവളെ പതിവ് ഗൗരവത്തോടെ തന്നെ നോക്കി. എവിടെ രുദ്രൻ? ആരെയോ ചുറ്റും തിരഞ്ഞു നോക്കിക്കൊണ്ട് അവളുടെ ചോദ്യം ആദിയിൽ ഒരു ചിരി വിടർത്തി. റഷ്യൻ ഗ്രൂപ്പിന്റെ പ്രൊജക്ട് ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു. ആ ക്ലാരിഫിക്കേഷൻ എന്ത് കാര്യത്തിലായിരിക്കുന്നു? ഗൗരവത്തിൽ തന്നെയായിരുന്നു ആദിയുടെ പറച്ചിലെങ്കിൽ പോലും ഉള്ളിൽ നേരത്തെ ഒരു ചിരിയുണ്ട്. തീർത്ത ഭംഗിയായി ഒന്ന് ചിരിച്ചു കാണിച്ചു. ആക്ച്വലി ഞാനിപ്പോ ഒന്ന് അതിനുവേണ്ടിയൊന്നല്ല, അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടിയാ. എന്റെ പ്രിയപ്പെട്ട ക്യൂട്ട് നാത്തൂനെവിടെ? നിന്റെ കിളിക്കുഞ്ഞ്? തീർത്ത അത്രയും സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ ആദിയുടെ കണ്ണിൽ സങ്കടം നിറഞ്ഞു. വിഷമിപ്പിച്ചു പോന്നതാണ്. ആ നേരത്തെ ദേഷ്യത്തിൽ അവൾ ഒരുപാട് നോവിച്ചു. തന്നോളം അവൾ ആർക്കും മനസ്സിലാവില്ലെന്ന് പറഞ്ഞിട്ട് താനായിട്ട് തന്നെ അവളെ വേദനിപ്പിച്ചു. എന്തുപറ്റി സൂര്യ? അറിയോ? ഓക്കെ. നീ അത്തേച്ചില്ലേ? മീറ്റിംഗ് കഴിഞ്ഞിട്ട് അപ്പൂനെ കാണാൻ പോവാം. ഓക്കെ. ഏടത്തി നമുക്കൊരു ധൈര്യത്തിൽ നീ വരുന്നില്ലേ?
ഇളയോടെ ചോദിക്കുന്നവളെ ആദ്യം ഒന്ന് കൂർപ്പിച്ച് നോക്കി. പ്ലീസ് ഡാ, ഒറ്റയ്ക്ക് ചെന്ന് കയറി അതുപോലെ തന്നെ എന്നെ ഗെറ്റ് ഔട്ട് അടിക്കും. നിനക്കറിയില്ല സൂര്യ, രുദ്രന് വേണ്ടിയിട്ട് എന്റെ പാഷൻ പോലും വേണ്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നു. അത്രയ്ക്ക് ഇഷ്ടമായിട്ടല്ലേ. ഐ നോ, ബട്ട് ഞാനിതിനിടയിൽ വരുന്ന ഒരിക്കലും ശരിയാവില്ല തീർത്ത. ഇത് നിങ്ങളുടെ ലൈഫാ. ആദ്യ കാര്യമായി തന്നെ പറഞ്ഞു നിർത്തിയതും അവളൊന്ന് കണ്ണു നിറച്ചു. എന്താണ് TD ഗ്രൂപ്പ്സിന്റെ മാസ്റ്റർ ബ്രെയിൻ തീർത്ത മഹാദേവന് ഇത്ര തന്റെ ഇടയുള്ളൂ? ഇനി ഒരാഴ്ച കൂടിയുള്ളൂ സൂര്യ. രുദ്രന് യെസ് പറഞ്ഞ് എനിക്ക് പപ്പ കൊടുത്ത വാക്ക് പാലിക്കേണ്ടി വരും. അവളൊരു വേദനയോടെ പറയുമ്പോൾ ആദ്യമാകെ വല്ലാതെയായി. രുദ്രന്റെ ആരാധികയായിരുന്നു തീർത്ത. ഇന്ത്യ ഒന്നാകെ അറിയപ്പെടുന്ന ഒരു മോഡൽ കൂടിയാണ് കക്ഷി. ഒപ്പം ആദിയുടെ ചുരുക്കം ചില സുഹൃത്തുക്കളിൽ ഒരാളും. നീ എന്തായാലും അകത്തേച്ചില്ല. ഏട്ടന്റെ ഡിസിഷൻ എന്തായാലും നീ അതിനെ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ തീർത്ത. ആദ്യം ഒരിക്കൽ കൂടി അവളെ ഓർമ്മിപ്പിക്കുമ്പോൾ വേദന നിറഞ്ഞൊരു പുഞ്ചിരി അവളിൽ തെളിഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞ അപ്പോൾ അനുസരിക്കുമോ? റെഡിയായിട്ട് ഇറങ്ങി വരുന്നവളെ നോക്കിക്കൊണ്ട് അനുഷി ചോദിച്ചു. അപ്പോൾ അനുസരിക്കാമെന്നപോലെ തലയാട്ടി. കാര്യം പോലെ എന്താണെന്ന് ചോദിക്കാതെയുള്ള സമ്മതം. അനുഷ അവളെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. മോള് സൂര്യയെ മറക്കണം. അരുതാത്ത എന്തോ കേട്ട പോലെ അവളൊന്ന് ഞെട്ടി. എന്താ അനുസരിക്കില്ലേ? അനുഷ വീണ്ടും ചോദിച്ചു. കണ്ണുകൾ നിറച്ചുകൊണ്ട് ഇല്ലെന്ന് തലയാട്ടിയവൾ. അവനൊന്ന് ചിരിച്ചുപോയി. അപ്പൊ ഒരു നോ പറയാനൊക്കെ എന്റെ അനിയത്തിക്ക് അറിയാം. കുറുമ്പോട് അവൻ പറഞ്ഞു നിർത്തിയിട്ടും അവളുടെ മുഖത്ത് സങ്കടം മാത്രം മാഞ്ഞുപോയില്ല. അയ്യേ, ഏട്ടൻ വെറുതെ പറഞ്ഞല്ലേ. എന്റെ അപ്പൂന ചെകുത്താൻ തന്നെ ചേരും. പക്ഷെ ഇന്ന് ഏട്ടൻ പറയുന്ന മോൾ കേൾക്കണം. കണ്ണുകൾ കണ്ട് അമർത്തി തുടച്ച് എന്താ എന്ന പോലെ അവൾ അവനെ നോക്കി. എന്റെ കൊച്ചിന് ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തിയല്ലേ അവൻ. അതുകൊണ്ട് ഏട്ടൻ പറയുന്നവരെയും മോൾ അവനെ മൈൻഡ് പോലും ചെയ്യരുത്. ഓക്കെ അല്ലേ? പ്ലീസ്. അനുഷ ഒന്നുകൂടി കെഞ്ചി പറഞ്ഞു. പതിയൊന്ന് മൂളി അവൾ. അവനൊരു ചിരിയോടെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കാറിലേക്ക് കയറി. നിങ്ങളിത് എന്തൊക്കെയായി പറയുന്നത്? ഇതൊക്കെ എന്തിനാ? മുന്നിലിരിക്കുന്ന 3 പേരോടുമായി അജുവിന്റെ ശബ്ദമൊന്ന് ഉയർന്നുപോയി. ആര്യന് ബോധം തെളിഞ്ഞെന്നറിഞ്ഞ് കയറി കണ്ടതാണ് അഗിയും അജു. ജിത്തു പിന്നെ അവനോടൊപ്പം തന്നെയുണ്ട്. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാണ് ഏട്ടാ. ഇനി ഇവിടെ തുടരാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. അവനെന്തായാലും ഈ ഹോസ്പിറ്റൽ അടക്കം തകർക്കും. ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്ന അത്ര അജുവേട്ടനോർത്ത് മാത്രമാണ്. എപ്പോഴും ആ കൺസിഡറേഷൻ കിട്ടിക്കോളണമെന്നില്ല. അത് മാത്രമല്ല, ഒരുപാട് ഭാഗങ്ങൾ പണത്തിന് വേണ്ടി കൊന്നൊടുക്കേണ്ട വിധത്തിന്റെ പങ്കുവെറ്റി ജീവിക്കാൻ ഞങ്ങൾക്കിനി വയ്യ. നെതർലാൻഡിലെ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് രണ്ടുപേരും ജോലി റെഡിയായിട്ടുണ്ട്. ഇവൻ അവിടെയുള്ളൊരു ഫാമിലി തന്നെ ജോലി. വിത്തിൻ 1 വീക്ക് ഞങ്ങൾ അവിടേക്ക് പോകും. ജിത്തു അവരുടെ ഭാഗം തീർത്തു പറഞ്ഞതും ഇനിയൊന്നും ചോദിക്കാനും പറയാനും ഇല്ലാത്ത പോലെ അജു മൗനമായി. ആര്യനൊന്നും പറയാതെ കണ്ണുകളടച്ച് കിടക്കുകയാണ്. ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയൊരു പ്രണയത്തിന്റെ വിങ്ങലും അവനിൽ ബാക്കിയാണ്. ആകാശം മുട്ടി നിൽക്കുന്ന വലിയ ബിൽഡിങ്ങിന് മുന്നിലായി അൻഷിനൊപ്പം കാറിൽ വന്നിറങ്ങുമ്പോൾ അത്ഭുതത്തോടെ അവരുടെ കണ്ണുകൾ ചുറ്റുമൊന്ന് പാകി. എവിടേക്കോ ചെറിയൊരു ഭയവുമുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് ഇതൊക്കെ കാണുന്നത്. പേടിക്കണ്ട, ഏട്ടനില്ലേ, വാ. അവനൊരു ചിരിയോടെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ റിസപ്ഷന് മുന്നിലേക്ക് നടന്നു. എന്തു വേണം സർ? റിസപ്ഷനിൽ നിൽക്കുന്ന സുന്ദരിയായ യുവതിയുടെ ചോദ്യം. വി വാണ്ട് ടു മീറ്റ് യുവർ MD. സർ, അപ്പോയിന്റ്മെന്റ്? അവർ വീണ്ടും ചോദിച്ചു. പെട്ടില്ല എന്നപോലെ രണ്ടുപേരും പരസ്പരം നോക്കി. അയാൻഷു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. സർ, അത് അപ്പു? റിസപ്ഷനിലെ സ്ത്രീ അവരോട് എന്തോ പറയാൻ ഒരുങ്ങിയതും ലിഫ്റ്റ് തുറന്ന് ഇറങ്ങി വന്ന 2 എണ്ണം കൂടി അപ്പുവിനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഒരുമിച്ചായിരുന്നു. ഈശു അനുവാണ് വന്നതെന്ന് കണ്ടതും അപ്പുവിന്റെ ചുണ്ടിൽ അത്രയും ഇഷ്ടത്തോടെ ഒരു ചിരി വിരിഞ്ഞു. ഇത് വല്ലാത്ത സർപ്രൈസ് ആയി പോയിട്ടോ. അപ്പുവിനെ ഇന്ന് തന്നെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച പോലും ഇല്ല. ഈശു ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ അനുഷിന്റെ നോട്ടം മുഴുവനും അവളുടെ കവിളിൽ തെളിയുന്ന കുഞ്ഞ് ഗർത്തത്തിലായിരുന്നു. ആൾക്ക് പണ്ടേ ഇഷ്ടമുള്ള കാര്യമാണത്. അതെ, ഗൗരി അപ്പുവിനെ കണ്ടു മിണ്ടിയെന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്കും കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ആഗ്രഹം സാധിച്ചു. അന്യവും സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അപ്പുവിന്റെ അരികിൽ നിൽക്കുന്ന അനുഷിനെ കണ്ടത് അന്നു വേഗം വിഷ് ചെയ്തു. തിരികെ അവന്. ഏട്ടനും സൂര്യ എവിടെയാ? കോൺഫറൻസ് ഹാളിലുണ്ടാവും സർ. ഞങ്ങൾ അവിടേക്ക് തന്നെയാ. സാറ് വരും. അന്നു പറഞ്ഞതും അനുഷു അപ്പു അവർക്കൊപ്പം തന്നെ ലിഫ്റ്റിലേക്ക് കയറി. ഞങ്ങൾ കണ്ടുവന്നാണോ നിങ്ങൾ? അതെ സർ, അപ്പുവിനെ പോലെ ഒരാൾ കണ്ടു എന്ന് ഇഷുവ പറഞ്ഞു. അപ്പൊ ഒന്ന് കൺഫേം ചെയ്യാന്ന് കരുതി വന്നതാ. അനുഷു ഓരോന്ന് ചോദിക്കുമ്പോഴും മറുപടി പറയുന്ന അന്നുവാണ്. ഇഷു പിന്നെ അപ്പുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് എന്തൊക്കെയോ ചോദിക്കുന്ന തിരക്കിലുമാണ്. ആ കാര്യത്തിൽ ചെറിയ കുശുമ്പും ഇല്ലാതെ ഇല്ല. അവന്റെ അനിയത്തിയല്ലേ, അതാണ്. ഏറ്റവും മുകളിലെ ഫ്ലോറിലെത്തിയതും അനുഷിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് ഒരുമിച്ചായിരുന്നു. എക്സ്ക്യൂസ് മീ, ഒരു ഒഫീഷ്യൽ കോൾ ആണ്. നിങ്ങൾ നടന്നോളൂ. അപ്പൂടെ നിൽക്ക്. അപ്പുവിനെ ഞങ്ങൾ കൊണ്ടുപോകാം സർ. അന്നു വേഗം പറഞ്ഞതും അനുഷ അപ്പുവിനെ നോക്കി. ആ മുഖത്ത് ചിരിയുണ്ട്. അതവർ രണ്ടുപേരെയും ഒന്നിച്ച് കണ്ടുകൊണ്ട് മാത്രം ഉണ്ടായതാണ്. ആ ചിരി മായ്ക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം അനുഷ അതിന് സമ്മതം പറഞ്ഞു. സൂക്ഷിക്കണം, വലിയന്റെ അടുത്ത് തന്നെ നിൽക്കണം. ഏട്ടനിപ്പോ വരാം. ഒരു കുഞ്ഞിനോടെന്ന പോലെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നവനെ മറ്റു രണ്ടുപേരും തെല്ലൊരു കൗതുകത്തോടെ നോക്കി. തങ്ങളോട് സംസാരിക്കുമ്പോഴുള്ള ഗൗരവമൊന്നും ഇപ്പോൾ അവനിലില്ല. ആ നിമിഷമൊക്കെ അപ്പുവിന്റെ ഏട്ടന്റെ മാത്രമാണ് അവൻ.